യെസ്, ശനിയാഴ്ച രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മുടെ K4 കുട്ടീസിന്റെ സമയമാണ് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM-ൽ. ഓരോ ആഴ്ചയും പുതിയ പുതിയ കുട്ടികൾ പല പല സ്കൂളുകളിൽ നിന്നായിട്ട് ഈ ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ള കുട്ടി ആർജയായിട്ട് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ K4 കുട്ടീസിന്റെ പ്രത്യേകത. അങ്ങനെ ഇന്നത്തെ ദിവസം എത്തുന്നത് അനുഷ്ക സി ആണ്. ചേലേരി AUP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ B ഡിവിഷനിൽ പഠിക്കുകയാണ് അനുഷ്ക. ചിത്രം വരയ്ക്കാനും വായിക്കാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഹോബിയായി കൊണ്ടു നടക്കുന്ന ഒരു കുട്ടി ആർജെ കൂടിയാണ് അനുഷ്ക. പാരന്റ്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ രാജേഷ് PP ആൻഡ് ഷംന. നാളെ ഒരു ടീച്ചറായി മാറുക എന്നതാണ് നമ്മുടെ അനുഷ്കയുടെ ഡ്രീം. സോ അനുഷ്കയുടെ ആർജയിങ് ആണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതേ സ്കൂളിൽ നടന്ന ഒരു പുസ്തകോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ആക്ച്വലി അനുഷ്ക ഷോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ലെറ്റ്സ് സി. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM-ൽ K4 കുട്ടീസ്. ഞാൻ ആജെ മുസാഫിർ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Hits Red FM 93.5 K4 കുട്ടീസ്. ദിസ് ഈസ് മീ RJ അനുഷ്ക. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ എന്താണ് നടന്നത്? ഞങ്ങളുടെ സ്കൂളിൽ ഇപ്രാവശ്യം ഒരു പുതിയ പരിപാടി തന്നെ സംഘടിപ്പിച്ചു. പുസ്തകമേള. ലൈബ്രറി വിപുലീകരണത്തിനു വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. പ്രസാധകർ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകി. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഈ പുസ്തകങ്ങൾ വാങ്ങുകയും അതിലൊരു പുസ്തകം സ്കൂളിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. ഈ പരിപാടിയിൽ 500-ലധികം പുസ്തകങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് സമാഹരിച്ചു. വായന പരിപോഷിപ്പിക്കാൻ അധ്യാപകരാണ് ഈ പരിപാടിക്ക് മുൻകൈയെടുത്തത്. പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 K4 കുട്ടീസ്. ദിസ് ഈസ് മീ RJ അനുഷ്ക. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പുസ്തകമേളയെ കുറിച്ചാണ്. ഈ പുസ്തകമേളയിൽ ഞാനൊരു പുസ്തകം വാങ്ങി. ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ദാരിദ്ര്യവും സ്നേഹവും ഒരുപോലെ അനുഭവപ്പെടുന്ന നോവലാണിത്. 1961-ലാണ് മുട്ടത്ത് വർക്കി ഈ പുസ്തകം രചിച്ചത്. ബേബി എന്ന സഹോദരന്റെയും ലില്ലി എന്ന കുഞ്ഞനുജത്തിയുടെയും ജീവിതമാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിൽ. സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളത വായനക്കാരിലേക്ക് ഈ പുസ്തകം എത്തിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചതിനു ശേഷം ഫ്രണ്ട്സിനും വായിക്കാൻ കൊടുത്തു. ഈ പുസ്തകം എല്ലാവർക്കും ഏറെ ഇഷ്ടമായി. 5ാം ക്ലാസ്സിൽ ഈ പുസ്തകത്തിന്റെ ചെറിയൊരു ഭാഗം ഇംഗ്ലീഷ് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുസ്തകം വായിക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ എത്തിച്ചേർന്നത്. കുറച്ചുകൂടി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടേ. RJ അനുഷ്ക. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 K4 കുട്ടീസ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൂപ്പർ ഹിറ്റ് റെഡ് FM 93.5 K4 കുട്ടീസ്. ദിസ് ഈസ് മീ RJ അനുഷ്ക. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. എന്റെ സ്കൂളിൽ നടന്ന പുസ്തകമേളയെ കുറിച്ചാണല്ലോ ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി പുസ്തകമേളയിൽ നടന്ന രസകരമായ സംഭവമാണ്. പുസ്തകമേളയിൽ ഞാൻ എന്റെ അമ്മയും കൂട്ടി ബുക്ക് വാങ്ങാനുള്ള ഒരുക്കത്തോടെ വന്നു. അപ്പോഴാണ് 1ാം ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ്സിലെ ഒരു കുട്ടിയെ പറ്റി മറ്റ് ടീച്ചേഴ്സിനോട് പറയുന്നത് ഞാൻ കേട്ടത്. അവൻ അന്ന് രാത്രി ഉറങ്ങാതെ രാവിലെ സ്കൂളിൽ വന്ന് പുസ്തകം വാങ്ങാനുള്ള ത്വരയിലായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. ഇക്കാലത്ത് എങ്ങനെയുണ്ടോ പുസ്തകത്തോട് താല്പര്യമുള്ള കുട്ടികൾ എന്നാലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നി. ഈ വിശേഷം അന്നത്തെ എന്റെ ഡയറിയിൽ കുറിച്ചു. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്തു തോന്നുന്നു? ദിസ് ഈസ് RJ അനുഷ്ക. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 K4 കുട്ടീസ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 K4 കുട്ടീസ്. ദിസ് ഈസ് മീ RJ അനുഷ്ക. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത്ര നേരവും ഞാൻ പറഞ്ഞ എന്റെ സ്കൂളിലെ പുസ്തകമേളയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ വളരെ വിജയകരമായി ഒരു നാടിന്റെ ഉത്സവം പോലെ ഞങ്ങളുടെ പുസ്തകമേള നടന്നു. ഈ പരിപാടിയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ സമാഹരിക്കുകയും അത് കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ ഒരുപാട് പുസ്തകങ്ങളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. വായനയോടുള്ള താല്പര്യം ഇരട്ടിയായി. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾ പങ്കെടുത്ത പുസ്തകമേളയുടെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കണേ. ഒപ്പം വായനാനുഭവവും. താങ്ക് യു. ദിസ് ഈസ് RJ അനുഷ്ക. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 K4 കുട്ടീസ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ബൈ.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM-ൽ അപ്പോൾ ഇന്നത്തെ K4 കുട്ടീസിന് കേട്ടനിടാനുള്ള സമയമാണ്. ഇന്ന് നമ്മുടെ ചേലേരി AUP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുഷ്കയാണ് കുട്ടി RJ ആയിട്ട് എത്തിയത്. ഇതുപോലെ ഓരോ ശനിയാഴ്ചയും രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ഈ K4 കുട്ടീസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കുട്ടികൾ എത്തുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ മേ ബി അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഒക്കെ നിങ്ങളുടെ കുട്ടിക്ക്, അല്ല ഇനി നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ റെഡ് FM-ൽ ഒരു കുട്ടി RJ ആയി വന്നൊരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ റെഡ് FM-ന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതാണ് നമ്പർ 9037935935 9037935935. അപ്പോൾ അടുത്ത ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പുതിയൊരു കുട്ടി RJ ആയിട്ട് K4 കുട്ടീസിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM-ലെ K4 കുട്ടീസിൽ ഞാൻ മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം സൂക്ഷിക്കുന്ന മുസാഫിർ ഫിർമിലെങ്കി.